ഹലോ ഗൈസ്, നിങ്ങൾ ഈ നിർഭാഗ്യവതിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഡോണ്ട് വറി, ഇറ്റ്സ് മീ ഗൈസ്, യു ക്യാൻ സീ. അപ്പോൾ ഈ നിർഭാഗ്യതയെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാലമായിരിക്കും തുടങ്ങിയിട്ട്. ഞാനൊരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം തൊട്ട് പറയാം. ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ പിള്ളേരെയും പോലെ എനിക്ക് കാനഡയിൽ പോകണം, PG എടുക്കണം, അവിടെ സെറ്റിൽ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ ഞാൻ പോകാൻ വേണ്ടിയിട്ട് IELTS പഠിക്കാൻ പോയി. IELTS ഒക്കെ ഒരുവിധം നമുക്ക് സ്കോറൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പ്രൊസീജിയറൊക്കെ തുടങ്ങി എല്ലാം സെറ്റായി ഓഫർ ലെറ്ററൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ലോൺ എടുക്കണമല്ലോ. അങ്ങനെ ബാങ്കിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാൻ സാധ്യമല്ല, കാരണം നിങ്ങളുടെ ആധാരത്തിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ അതവിടെ തീർന്നു. അപ്പം ഞാൻ വിചാരിച്ചു സാരമില്ല, നമ്മളിപ്പോൾ പോകാൻ പറ്റിയില്ല, അങ്ങനെ ഒരു കൊല്ലം പോയി, അത് വേറെ കാര്യം. എന്നാൽ പോട്ടെ, നമുക്ക് PG നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു വിഷയം എടുക്കാമെന്ന് കരുതി. എനിക്ക് MSW ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമുക്ക് സോഷ്യൽ വർക്കർ ആവണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കരുതി എൻട്രൻസ് എക്സാം എഴുതി. കിട്ടിയില്ല ഗൈസ്. പിന്നെ പൈസ എടുത്ത് പഠിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ളൊരു കോളേജിൽ MCOM പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ MCOM കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു ജോലി കിട്ടുമായിരിക്കും. വിത്ത് പ്രൂഫ് ഞാനൊരു 100+ കമ്പനീസിന് എൻ്റെ റെസ്യൂമെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞെന്നെ വിളിച്ചില്ല. എനിക്കറിഞ്ഞൂടെ എനിക്കെന്താ ജോലി കിട്ടാത്തതെന്ന്. അപ്പം ബട്ട് സ്റ്റിൽ ഐ ഹാവ് ഹോപ്പ് ദാറ്റ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണും, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും. എന്നിട്ട് അടുത്ത പാട്ട് നിങ്ങൾ കാണണം. അടുത്ത പാട്ടല്ല, പാർട്ട് 2. ഓക്കെ, അപ്പം ബൈ.